അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു വെജിറ്റബിൾ കബാബിൻ്റെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കബാബാണിത്. ഇത് ഞാൻ ഉണ്ടാക്കിയത് സോയ ചങ്ക്സ് യൂസ് ചെയ്തിട്ടാണ്. അപ്പം വെജിറ്റേറിയൻ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. എന്നാൽ വീഡിയോയിലോട്ട് പോവാം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ചൂടായിട്ട് ഇനി ഇതിലോട്ട് ഒരു 100 ഗ്രാം സോയ ബീൻസ്, സോയ ചങ്ക്സ് എന്നും പറയാതിന് സോയ ബോൾസ് എന്നും പറയാറുണ്ട്. ഇത് ഈസിലി അവൈലബിൾ ആണ് ഇപ്പോൾ മാർക്കറ്റിൽ. അപ്പോൾ ഇത് ഈ ചൂടുള്ള വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം. ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂണോളം ഉപ്പും ചേർത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് തീ ഓഫ് ആക്കിയിട്ട് ഒരു 5 മിനിറ്റോളം ഇതിൽ തന്നെ കിടക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ട്. സ്ട്രെയിനർ ഉപയോഗിച്ച് വെള്ളമൊക്കെ നന്നായി കളഞ്ഞു. പിന്നെ കൈ വെച്ചൊന്ന് സ്ക്വീസ് ചെയ്തിട്ട് ഇതിൻ്റെ ഉണ്ടായിരുന്ന വെള്ളമൊക്കെ കളഞ്ഞു. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഇനി ഒരു മിക്സീൻ്റെ ജാറിൽ 2 പച്ചമുളക് ആഡ് ചെയ്യുക, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഇവിടെ കുറച്ച് ഗരം മസാലകളാണ്. 1 ഏലക്ക, ഒരു 8-10 കുരുമുളക്, പിന്നെ 3 ഗ്രാമ്പു ഇതും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ ഈ വെള്ളം കളഞ്ഞ് വെച്ച സോയ ചങ്ക്സ് ഇല്ലേ, ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഫുൾ ഒരു ബാച്ചിൽ പോയില്ല. അപ്പോൾ 2 ട്രിപ്പായിട്ട് ഇത് ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. ഒരു ഫൈൻ പേസ്റ്റ് ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടി. ഇതാട്ടോ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം അത്ര ഫൈനായ പേസ്റ്റൊന്നുമല്ല. ഇതൊരു ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. നമുക്ക് അടുത്ത ബാച്ച് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇതെല്ലാം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് മിക്സിയിൽ. ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസ്ഡ് സവാള ചെറുതാക്കി അരിഞ്ഞു വെച്ചത്, പിന്നെ കുറച്ച് മല്ലിച്ചപ്പ്, എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ നേരത്തെ സോയാബീന് തിളപ്പിക്കുമ്പോൾ നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് വേണ്ട ആഡ് ചെയ്യുമ്പോൾ ടേസ്റ്റ് അനുസരണം അക്കോർഡിംഗ് ടു ടേസ്റ്റ് ആഡ് ചെയ്യാം കേട്ടോ. ഉപ്പ് 1 ടീസ്പൂണോളം മുളക് പൊടി, ഹാഫ് ടീസ്പൂൺ ഗരം മസാല. ഇതൊന്ന് നന്നായി ഒന്ന് കൈ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ എല്ലാം. ഇതിലിനി ഇത്തിരി മൈദ ആഡ് ചെയ്യണം, നമുക്കൊന്ന് ബൈൻഡ് ചെയ്തെടുക്കാനാണ്. അപ്പോൾ ജസ്റ്റ് ആദ്യം ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം ഇടുന്നേ ഉള്ളൂ. എന്നിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് മതി, അല്ലെങ്കിൽ ഇച്ചിരിയും കൂടി ആഡ് ചെയ്യാം കേട്ടോ. മൈദേൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് കോൺഫ്ലവറോ അല്ലെങ്കിൽ കടലപ്പൊടിയോ ഒക്കെ ആഡ് ചെയ്യാം. എന്നിട്ട് ഇതിങ്ങനെ നമുക്ക് ബൈൻഡ് ചെയ്യാൻ പറ്റണം. ഇച്ചിരിയും കൂടി വേണ്ടി വരും. അപ്പോൾ ഒരു 3.5 ടേബിൾ സ്പൂണോളം മൈദ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കയ്യിൽ വെച്ച് ഉരുട്ടി ഒരു കബാബിൻ്റെ ഷേപ്പിൽ റോൾ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ആക്കിയാൽ പെട്ടെന്നായി കിട്ടും. എന്നിട്ട് ചെറിയൊരു പീസ് ഇതെടുക്കുക, കയ്യിൽ വെച്ച് ഇങ്ങനെ ഉരുട്ടി ഏകദേശം കബാബിൻ്റെ ഷേപ്പിൽ നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാം എല്ലാം. നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ സർക്കിളായി കട്ട്ലറ്റിൻ്റെ ഷേപ്പിലും ചെയ്യാം. ഞാനിപ്പോൾ ഒരു കബാബിൻ്റെ ലുക്ക് ആവാനാണ്. ഇനി ടൂത്ത് പിക്ക് ഇതേ രീതിയിൽ നമുക്ക് എല്ലാം ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഞാൻ എല്ലാം അങ്ങനെ റോൾ ചെയ്തെടുത്തു.
എല്ലാം അങ്ങനെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ടൂത്ത് പിക്ക് ഉണ്ടെങ്കിൽ അടിയിൽ കൂടി ഇൻസേർട്ട് ചെയ്താൽ ശരിക്കും ഒരു കബാബിന് ലുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ അപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. ഇതിനി നമുക്ക് നല്ല ചൂടുള്ള എണ്ണയിലിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വേണമെങ്കിൽ എനിക്ക് ഷാലോ ഫ്രൈയും ചെയ്യാം. ഞാനിപ്പോൾ ഡീപ്പ് ഫ്രൈയാണ് ചെയ്യണേ. എണ്ണ ഇപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇതിട്ട് നമുക്ക് ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് പൊരിച്ചെടുക്കാം. നന്നായി ചൂടായിട്ട് പിന്നെ ഒന്ന് സിമ്മിലിടണം, എന്നാലേ ഉള്ള വേവുള്ളൂ. ഒന്ന് മറിച്ചിട്ട് കൊടുക്കട്ടെ. ഒരു 2 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് മറിച്ചിട്ടൊന്ന് വേവിക്കാം. ഇതിപ്പോൾ ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്ക് ഇനി കോരിയെടുക്കാം. അതിന് ഇതേ രീതിയിൽ അടുത്ത ബാച്ച് നമുക്ക് പൊരിച്ചെടുക്കാം. റെഡി ആയിട്ടുണ്ട് നമ്മുടെ വെജ് കബാബ്, സോയ ചങ്ക്സ് കബാബ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ഐക്കണും ഒന്ന് അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.